ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കുഞ്ഞു കുഞ്ഞു ഫ്രേസസ് ആണ്. ആസ് ഓഫ്, ആസ് ഇൻ, ആസ് ഇഫ്. ഈ 3 ഫ്രേസസും ഉപയോഗിക്കുമ്പോൾ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫ്രേസസ്, എവിടെ ഉപയോഗിക്കും എന്ന് വളരെ കൃത്യമായിട്ട് ഈ ഒരു ലെസണിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം നമുക്ക് ആസ് ഇൻ എവിടെ ഉപയോഗിക്കും എന്ന് നോക്കാം. ആസ് ഇൻ, ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കാം, ഫോർ ക്ലാരിഫിക്കേഷൻ. അതല്ലാതെ ഒരു എക്സാമ്പിൾ പോലെ ഒരു കാര്യം പറയുന്നു, അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. അങ്ങനെ 2 തരത്തിലും ഇത് ഉപയോഗിക്കാം. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഐ ആം എ വെജിറ്റേറിയൻ, ആസ് ഇൻ ഐ ഡോണ്ട് ഈറ്റ് മീറ്റ്. ഞാനൊരു വെജിറ്റേറിയൻ ആണ് എന്ന് ആദ്യം പറയുന്നുണ്ട്. അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ആസ് ഇൻ ഐ ഡോണ്ട് ഈറ്റ് മീറ്റ്. ഞാൻ മീറ്റ് കഴിക്കാറില്ല. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ലേ, അവിടെ നമുക്ക് ആസ് ഇൻ ഉപയോഗിക്കാം. ഹീസ് എ ഗ്രേറ്റ് ലീഡർ, ആസ് ഇൻ സംവൺ ഹൂ ഇൻസ്പയർസ് അതേഴ്സ്. ഇവിടെ ഹീസ് എ ഗ്രേറ്റ് ലീഡർ, അദ്ദേഹം നല്ല ഒരു ലീഡർ ആണ് എന്ന് പറയുന്നു. അത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യുന്നതാണ് അടുത്ത് പറയുന്ന കാര്യം. ആസ് ഇൻ സംവൺ ഹൂ ഇൻസ്പയർസ് അതേഴ്സ്, മറ്റുള്ളവരെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ആസ് ഇൻ ഉപയോഗിക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി. ഇനി നമുക്ക് ഒന്ന് ഇലസ്ട്രേറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് എന്ന് പറയില്ലേ, അങ്ങനെയും നമുക്ക് ആസ് ഇൻ ഉപയോഗിക്കാം. ഐ ലൈക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ആസ് ഇൻ ഹൈക്കിംഗ് ആൻഡ് ക്യാമ്പിംഗ്. ഐ ലൈക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എനിക്കിഷ്ടമാണ്, ആസ് ഇൻ ഹൈക്കിംഗ് ആൻഡ് ക്യാമ്പിംഗ്. അത് ഒരു എക്സാമ്പിളാണ്, അതൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ആസ് ഇൻ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ആസ് ഓഫ്. ആസ് ഓഫ് ഉപയോഗിക്കുന്നത് ടു ഇൻഡിക്കേറ്റ് ആൻ എഫക്റ്റീവ് ഡേറ്റ് ഓർ ടൈം. ഇപ്പോൾ ഒരു ഡേറ്റ്, ഒരു പ്രാബല്യത്തിലുള്ള ഡേറ്റ് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്ന ടൈം എന്ന് പറയുന്നതിനാണ് ഈ ആസ് ഓഫ് ഉപയോഗിക്കുന്നത്. ദ ന്യൂ പോളിസി ടേക്സ് എഫക്റ്റ് ആസ് ഓഫ് ജാനുവരി 15th. ജാനുവരി 15th ആണ് ആ ഒരു പോളിസി പ്രാബല്യത്തിൽ വരുന്നത്. അതാണ് ആസ് ഓഫ് ജാനുവരി. അത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് ആണ് പറയുന്നത്, ആസ് ഓഫ് ജാനുവരി 15th. ദ പ്രൈസ് ഇൻക്രീസ് ഈസ് വാലിഡ് ആസ് ഓഫ് ടുമാറോ. പ്രൈസ്, അതായത് വിലകൾ വർദ്ധിക്കാൻ പോകുന്ന, അത് ആസ് ഓഫ് ടുമാറോ ആണ്. അത് വാലിഡ് ആകുന്നത്, അതായത് പ്രൈസ് ഇൻക്രീസ് വാലിഡ് ആവുന്നത് അത് ടുമാറോ മുതലാണ് എന്നാണ്, ആസ് ഓഫ് ടുമാറോ. ഇനി ഒരു കറൻറ്റ് സ്റ്റേറ്റസ് പറയുന്നതിനും നമുക്ക് ആസ് ഓഫ് ഉപയോഗിക്കാം. ആസ് ഓഫ് നൗ ദ പ്രോജക്റ്റ് ഈസ് ഓൺ ട്രാക്ക്. ആസ് ഓഫ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ആസ് ഓഫ് നൗ, ഇപ്പോൾ വരെ. ദ പ്രോജക്റ്റ് ഈസ് ഓൺ ട്രാക്ക്, പ്രോജക്റ്റ് വളരെ ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ആസ് ഓഫ് നൗ, ഇപ്പോഴത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ. ദ ലേറ്റസ്റ്റ് ഡാറ്റ ആസ് ഓഫ് യെസ്റ്റർഡേ ഷോസ് സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്. ദ ലേറ്റസ്റ്റ് ഡാറ്റ, അതായത് ഡാറ്റ, കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ആ ഡാറ്റ അതൊക്കെ എന്താണ്, വളരെ ഇംപ്രൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റ് ആണ് കാണിക്കുന്നത്, ഒരു പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. ആസ് ഓഫ് യെസ്റ്റർഡേ, യെസ്റ്റർഡേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആസ് ഓഫ് ലാസ്റ്റ് വീക്ക് ദ ഇഷ്യൂ റിമെയിൻസ് അൺറിസോൾവ്ഡ്. ആ ഇഷ്യൂ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. ആസ് ഓഫ് ലാസ്റ്റ് വീക്ക് വരെ അങ്ങനെയാണ്. ലാസ്റ്റ് വീക്കിൽ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ആസ് ഓഫ് ലാസ്റ്റ് വീക്ക് ദ ഇഷ്യൂ റിമെയിൻസ് അൺറിസോൾവ്ഡ്. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം അറിയില്ല, ആസ് ഓഫ് ലാസ്റ്റ് വീക്ക്. ഇനി ആസ് ഇഫ്. ആസ് ഇഫ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു അൺസേർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഉറപ്പൊന്നുമില്ല, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമല്ല, അൺസേർട്ടൺ സിറ്റുവേഷൻ, അതല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, നമുക്ക് ഇമാജിൻ ചെയ്യില്ലേ, നമ്മൾ സങ്കല്പിക്കില്ലേ, അത്തരം സിറ്റുവേഷൻസിൽ. അതല്ലെങ്കിൽ അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത സിറ്റുവേഷൻ, അതിനൊക്കെ നമുക്ക് ആസ് ഇഫ് ഉപയോഗിക്കാം. ഹി ആക്റ്റഡ് ആസ് ഇഫ് ഹി വേർ ദ CEO of the company.
ഹി ആക്റ്റഡ് അവൻ അഭിനയിച്ചു. എന്താണ് അഭിനയിച്ചത്? ആസ് ഇഫ് ഹി വേർ ദ CEO ഓഫ് ദ കമ്പനി. ഇവിടെ നോക്കൂ, ഹി വേർ ദ CEO, അതായത് അവൻ കമ്പനിയുടെ CEO ആണെന്ന് അഭിനയിച്ചു എന്നാണ് പറയുന്നത്. ഹി വേർ എന്ന് ഉപയോഗിക്കുന്നതിന് കാരണം അതൊരു അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അവൻ CEO അല്ല, റിയൽ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ അവൻ അഭിനയിച്ചു. ഹി ആക്റ്റഡ് ആസ് ഇഫ് ഹി വേർ ദ CEO ഓഫ് ദ കമ്പനി. ആസ് ഇഫ് ഉപയോഗിച്ചത് മനസ്സിലായില്ലേ? അൺറിയൽ സിറ്റുവേഷൻ. ഇവിടെ ഹി വേർ എന്ന് ഉപയോഗിക്കുന്നതിന് കാരണം അത് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡാണ്. കാരണം ചെയ്യണത് ശരിയായ കാര്യമല്ല, അതുകൊണ്ട് നമ്മൾ അത് വളരെ അൺറിയൽ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡിലുള്ള സെൻറ്റൻസ് ആണെന്ന് പറയാം നമുക്ക്. ഹി വേർ എന്ന് ഉപയോഗിക്കുക. അത് സിംഗുലർ ആയാലും പ്ലൂറൽ സബ്ജക്ട്സ് ആയാലും അങ്ങനെ തന്നെ വേർ എന്ന് തന്നെ ഉപയോഗിക്കാം. ഇങ്ങനെ അൺറിയൽ സിറ്റുവേഷൻസ് അല്ലാതെ ചില സിറ്റുവേഷൻ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്, പോസിബിളാണ്, ലൈക്ലി ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് പ്രസൻറ്റ് ടെൻസും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, യു ലുക്ക് ആസ് ഇഫ് യു ഹാവിൻ സ്ലെപ്റ്റ് യെസ്റ്റർഡേ. യു ലുക്ക് ആസ് ഇഫ്, അതായത് നിങ്ങളെ കാണുമ്പോൾ ഇന്നലെ നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. യു ലുക്ക്, നിങ്ങളുടെ ആ ഒരു കണ്ണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇന്നലെ ഉറക്കം ഒട്ടും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറയില്ലേ? പക്ഷേ നമുക്കങ്ങനെ കാണുമ്പോൾ തോന്നുന്നതാണ്. ചിലപ്പോൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാകാം. അപ്പോൾ പക്ഷേ നമ്മൾ പറയുന്നത് എന്താ? യു ലുക്ക് ആസ് ഇഫ് യു ഹാവിൻറ്റ് സ്ലെപ്റ്റ് യെസ്റ്റർഡേ. യു ഹാവിൻറ്റ് സ്ലെപ്റ്റ് യെസ്റ്റർഡേ. ഹാവിൻറ്റ് സ്ലെപ്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. കാരണം അത് ചിലപ്പോൾ മാത്രം, നമുക്കത് ഉറപ്പില്ല, ചിലപ്പോൾ മാത്രമേ അത് ശരിയാവൂ. നമ്മൾക്ക് കാണുമ്പോൾ തോന്നുന്നതാണ്. അപ്പോൾ അവിടെ ആസ് ഇഫ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിച്ചത്. ഹി സ്പീക്സ് ആസ് ഇഫ് ഹി നോസ് എവറിത്തിങ് അബൌട്ട് കുക്കിംഗ്. അപ്പോൾ ഹി സ്പീക്സ്, അവൻ സംസാരിക്കുന്നു. എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആസ് ഇഫ് ഹി നോസ് എവറിത്തിങ് അബൌട്ട് കുക്കിംഗ്. കുക്കിങ്ങിനെ പറ്റി എല്ലാം അവൻ അറിയാം എന്ന രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ ഹി നോസ് എന്നാണ് ഉപയോഗിച്ചത്. ആസ് ഇഫ് ഹി നോസ്, അത് കഴിഞ്ഞ് പ്രസൻറ്റ് ടെൻസ് അല്ലേ അത്? കാരണം നമുക്കറിയില്ല, അവന് അറിയുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവൻ അറിയുമായിരിക്കാം, അതുകൊണ്ടാവും അവൻ അങ്ങനെ സംസാരിക്കുന്നത്. ഹി സ്പീക്സ് ആസ് ഇഫ് ഹി നോസ് എവറിത്തിങ് അബൌട്ട് കുക്കിംഗ്. അപ്പോൾ ഹി നോസ് എന്ന് ഉപയോഗിച്ചു. പ്രസൻറ്റ് ടെൻസും നമുക്ക് ഉപയോഗിക്കാം ആസ് ഇഫ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആസ് ഇൻ, അതുപോലെ തന്നെ ആസ് ഓഫ്, ആസ് ഇഫ്, ഇത് മൂന്നും കുഞ്ഞു ഫ്രേസസ് ആണെങ്കിലും അത് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക.